2 മാസത്തെ വണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇതുപോലൊരു വേസ്റ്റ് വണ്ടി റിസ്റ്റ് പെയിൻ ആണെങ്കിലും അതുപോലെ ഷോൾഡർ പെയിൻ ആണെങ്കിലും. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. റോഡ് നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 2 മാസത്തെ സെക്കൻഡ് ഓണർഷിപ്പ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. 2021 മോഡൽ RC200 21,000 കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ ഈ വണ്ടി മേടിക്കുന്നത്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഒന്ന് കേൾക്കാം. അപ്പം നമ്മൾ വെച്ച് ലാഘടിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വണ്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഈ ഒരു സ്ട്രക്ചറും അതുപോലെ അന്യായ ലുക്കുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ലുക്കിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം 2026 ഈ വണ്ടി ഏതൊക്കെ വണ്ടിയായിട്ട് ഇപ്പോഴും കോമ്പറ്റേറ്റീവ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ ഇതിന്റെ അന്യായ bhp പവർ. അപ്പം ഈ വണ്ടിയുടെ 2 മാസത്തെ ഒരു സെക്കൻഡ് ഓണർഷിപ്പ് റിവ്യൂ പറയാനാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത്. ഇതുപോലൊരു വേസ്റ്റ് വണ്ടി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ എന്താ പറയണ്ടേ, റിസ്റ്റ് പെയിൻ ആണെങ്കിലും അതുപോലെ ഷോൾഡർ പെയിൻ ആണെങ്കിലും മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പരിപാടി ഉണ്ട്. ഈ വണ്ടി എടുത്തുകൊണ്ട് ടൗണിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് അവിടെ വേദന, ഇവിടെ വേദന, ലോങ് ഓടാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിനും യൂസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പറയുമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം ഈ വണ്ടി ഞാൻ എടുത്ത പാടെനിക്കറിയാം. കാരണം 10 വർഷം ഞാൻ കാത്തിരുന്ന് എടുത്തൊരു വണ്ടിയാണ്. ഈ 10 വർഷത്തിനിടയ്ക്ക് തന്നെ ഒരുപാട് വണ്ടികൾ വന്നും പോയിട്ടും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ നിലവിൽ ഓടുന്നുണ്ട്. പക്ഷെ ആ വണ്ടികളൊന്നും എന്റെ കണ്ണിൽ പെട്ടില്ല. അതുപോലെ ഒരുപാട് വണ്ടികൾ കിടന്നു. നമ്മുടെ RR310, RS5, വെർഷൻ 1, വെർഷൻ 2, വെർഷൻ 3, വെർഷൻ 4, അങ്ങനെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം വർഷങ്ങളായി. പല വെർഷനുകൾ ഇറങ്ങിയിട്ടും എനിക്ക് മറ്റു വണ്ടികളോടൊന്നും തോന്നാത്തൊരു പ്രണയമാണ് ഈ വണ്ടിയോട് എനിക്കുള്ളത്. എന്നല്ല, അതിനൊരു പ്രത്യേക കാരണം തന്നെ ഉണ്ട്. എനിക്ക് ഈ വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിന്റെ പ്രത്യേക കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലുക്ക്, അത്രയും അഗ്രസീവ് ലുക്കുള്ള ഒരു ബൈക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഈ വണ്ടി ഫസ്റ്റ് എനിക്ക് നമ്മുടെ ടൗണിൽ കണ്ട സമയത്ത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2014 ഞാൻ ഈ ബൈക്ക് കാണുന്നത്. ഫസ്റ്റ് ആയിട്ട് RC200 ആണ് അന്ന് കാണുന്നത്. അത് പഴയ മോഡൽ ബ്ലാക്ക് കളർ. അന്ന് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതിനുശേഷം എനിക്ക് ഒരു ബൈക്ക് കണ്ടിട്ടും എനിക്ക് ആ ബൈക്കിനോടൊന്നും താല്പര്യം തോന്നാതെ, ഈ ബൈക്കിനോട് മാത്രം താല്പര്യം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. അതിന് ആ ഒരു ലുക്കാണ്, ആ ഒരു പ്രണയമാണ് എന്നെ ഇന്ന് ഈ വണ്ടിയുടെ മണ്ടയ്ക്ക് ഇരുത്താൻ തന്നെ കാരണം. ഈ വണ്ടി എനിക്കൊരു ലക്കിന് കിട്ടിയതാണ്. ഇന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ ബൈക്ക് എടുക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇന്ന് ഈ വണ്ടി ഇത്രയും ടോപ്പ് കണ്ടീഷനിൽ എനിക്ക് ഈ വണ്ടി കിട്ടുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തോ ആ വണ്ടിയെ എത്രയും ഞാൻ സ്നേഹിച്ചുകൊണ്ടായിരിക്കാം തിരിച്ച് ആ വണ്ടി എന്നിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ വണ്ടി സ്വന്തമാക്കി. ഇപ്പൊ 2 മാസമായിട്ട് എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. എന്റെ ഇഷ്ടത്തിന്, അതായത് ഈ പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, നമ്മളുടെ വണ്ടിക്ക് കിട്ടുന്നത് ഈ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുള്ളൊരു പോസ്റ്ററാണ് ഇത് തന്നെ. പിന്നെ ഈ സ്പോർട്സ് ബൈക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു ഹാൻഡിലും, ഈ കട്ടിങ് ഉള്ള ഹാൻഡിലും, അതുപോലെ നമുക്കിങ്ങനെ കടന്ന് ഓടിക്കാനുള്ളൊരു പൊസിഷൻ. പിന്നെ വണ്ടിയുടെ പവർ ഞാൻ നോക്കുന്നില്ല, എങ്കിലും സ്പീഡിൽ പോകാത്തവരാരില്ല. അന്ന് നമ്മുടെ വണ്ടി അത്യാവശ്യം പവറും വേണതായിരുന്നു. അത്യാവശ്യമൊക്കെ റാട്ടും വിലയും അക്രമമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിലും ഈ RC200 തന്നെ ധാരാളമാണ്. കാരണം ഈ വണ്ടി തരുന്ന പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ് കേട്ടോ. പിന്നെ മെയിൻ്റെനൻസ് കാര്യം പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ മെയിൻ്റെനൻസ് ഒരുപാട് ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് 2 മാസമായിരുന്നു. ഈ 2 മാസത്തെ തന്നെ അവർ എഞ്ചിൻ ഓയിൽ മാറ്റി ഇട്ടിരുന്നത്. എന്നിട്ടും ഞാൻ കൊണ്ടുവന്നൊരു എഞ്ചിൻ ഓയിൽ മാറി. ബാക്കി ഒന്നും എനിക്ക് ഇതുവരെ മാറി വന്നില്ല. അതിന് എനിക്ക് താങ്ക്സ് പറയണ സ്പെഷ്യലി ഇതിന്റെ ഓണറിനോട് തന്നെ. അവരെനിക്ക് വേണ്ടി 4 മാസം വെയിറ്റ് ചെയ്തു ഈ വണ്ടി എനിക്ക് തരാനായിട്ട് കേട്ടോ. അപ്പം അതിന് എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. കുവൈറ്റ് നിൽക്കുമ്പോഴാണ് ഈ വണ്ടി എടുക്കുന്നത് തന്നെ. എന്നാലും അവർക്ക് ഈ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ ഷെയർ കൊടുക്കുക. വണ്ടി പരിചയമുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എന്താ പറയുക, ഇന്നും നമ്മൾ എവിടെ പോയിക്കോട്ടെ ഈ വണ്ടിയായിട്ട് ഈ വണ്ടിക്ക് കിട്ടുന്ന റോഡ് പ്രസൻസ്, അതുപോലെ ആൾക്കാരുടെ നോട്ടം, ഇനി കൊല്ലാക്കൊല ചെയ്യാനുള്ള നോട്ടമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ
പെണ്ണായിക്കോട്ടെ പെൺ വ്യത്യാസമില്ലാതെ ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇതിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ട് ഞാൻ നോക്കിയിട്ട്. ഇതുമായിട്ടൊന്ന് ടൗണിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ നോക്കാതെ വിചാരിക്കുന്നത് ബൈക്കിനെയാണ് നോക്കുന്നത്. പെൺപിള്ളേരായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ എല്ലാവരും ഇന്നും ഈ വണ്ടിക്ക് കിട്ടുന്ന ഒരു ഹോട്ട് പ്രസൻസ് അത് ഗംഭീരം തന്നെ കേട്ടോ. ഇതെങ്ങാണ്ട് 2030 ഇറങ്ങേണ്ട ഒരു സ്ട്രക്ചറാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇന്നും ഈ വണ്ടി ഇവിടെ പിടിച്ച് ഇത് 2014 കൊണ്ട് ഇറക്കിയാന്നാലിട്ടുണ്ട് ഈ സ്ട്രക്ചർ. അന്ന് തൊട്ട് 2021 വരെ ഈ സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. പെയിന്റിന്റെ വ്യത്യാസം, സ്റ്റിക്കർ വർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, പിന്നെ അത് ABS കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ ഈ വണ്ടിയുടെ സ്ട്രക്ചർ ഇത് ഒരു മാറ്റവും കൊടുക്കാതെ 2021 വരെ എല്ലാ വണ്ടികളോടും കൂടെ കോമ്പറ്റീറ്റ് ചെയ്തിരുന്ന വണ്ടിയാണ്. R5 ഒക്കെ ആണെങ്കിൽ വെർഷൻ 3 ഇറക്കി, വെർഷൻ 4 ഇറക്കി, അവർ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എങ്കിലും ഈ വണ്ടി ഇവരുടെ ലുക്കിലും ഈ സ്ട്രക്ചറിലും മാറ്റം കൊണ്ടുവരാതെ വന്നുകൊണ്ട് 2021 വരെ ഈ വണ്ടി പുഷ്പം പോലെ വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്തു. അതുപോലെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുമുണ്ട് ഈ വണ്ടി. അന്നൊക്കെ ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട് ഷോറൂമിൽ നടക്കണം എന്ന്, ആഗ്രഹം സാധിച്ചില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത്രയും ഈ കണ്ടീഷനിൽ കിട്ടിയതിൽ ഞാൻ വളരെ ഒരുപാട് സന്തോഷവാനാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഇപ്പം ഇറങ്ങുന്നത് അതുകൊണ്ട് ഈ ലുക്ക്, അതായത് മെയിൻ റീസൺ ആണ് ഈ വണ്ടിയുടെ ലുക്ക് എന്ന് ചേഞ്ച് ചെയ്ത് അന്ന് KTM RC വെർഷൻ ഇറക്കുന്ന ആ ഒരു പ്രോജക്റ്റ് അവിടെ ഫെയിൽ ആവുക ചെയ്തത്. മനസ്സിലായ ഇതൊന്നും ആരും വാങ്ങത്തൊന്നുമില്ല. എനിക്ക് എസ്പെഷ്യലി ഈ വണ്ടിയുടെ ഇഷ്ടം കാരണം എനിക്ക് മറ്റു വണ്ടികൾ ഒന്നാമതേ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ KTM തന്നെ ഇവര് മാറ്റി ഇറക്കി ഡൂമൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, അല്ലെ നമ്മൾ അടയ്ക്കാൻ മരത്തിന്റെ ഒക്കെ പാള വെച്ച് കെട്ടിയേക്കുന്ന പോലത്തെ ഒരു ഡൂം വെച്ച് ഇറക്കി ഞാൻ ഇഷ്ടപ്പെടും തോന്നുന്നുണ്ടോ? എന്നെ അപേക്ഷിച്ച് എന്റെ അഭിപ്രായം പറയുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞാനാണ് എന്റെ ബൈക്ക് എടുക്കുന്നത്, ഞാനാണ് പൈസ കൊടുക്കുന്നത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് വരെ എനിക്ക് മറ്റു വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് ഈ ഡിസൈൻ മാറ്റിയ KTM RC ഇപ്പൊ ഇറങ്ങുന്ന 200 ആയാലും 390 ആയാലും എനിക്ക് ഇഷ്ടവുമല്ല. അതിന്റെ പെർഫോമൻസ് എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഈ പെർഫോമൻസ് കൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനും ഒരു അത്യാവശ്യം റൈഡിലൊക്കെ പോകുന്ന ആളാണ് ഞാൻ. എനിക്കും വണ്ടിയെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഈ വണ്ടി കൊണ്ട് തന്നെ എനിക്ക് ഓക്കെയാണ്. സ്പീഡായാലും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റെനൻസ് ആയാലും അതുപോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു ബൈക്കിൽ കിട്ടുമ്പോഴുള്ള കംഫോർട്ട്, അതൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പിജൻ സീറ്റിലൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഇത് ഒറ്റയ്ക്ക് പോവാൻ റൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ചൊരു ബൈക്കാണ്. ഈ വണ്ടി ഞാനല്ല വേറെ യൂസ് ചെയ്തിട്ടില്ല, ആരെയും കൊണ്ടുപോകാനും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇവ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാകുന്ന എന്താ പറയുക, കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പോയത്. കാരണം എനിക്ക് ഇപ്പം ഒറ്റ ചിന്തയുള്ളൂ, ഇവനെ നല്ല രീതിയിൽ നോക്കി കൊണ്ടു നടക്കാം എന്നൊക്കെ. അപ്പം ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഒരുപാട് പറഞ്ഞ് ഞാൻ ഡിലേ ആക്കുന്ന ഒന്നുമില്ല. എനിക്കിതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഈ വണ്ടി തരുന്ന എന്താ പറയുക, ഈ വണ്ടി തരുന്ന കംഫോർട്ടും ഈ വണ്ടി തരുന്ന ആ ഒരു അഗ്രഷനും മറ്റു ഒരു വണ്ടിയും തരത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഈ വണ്ടിയോട് അത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ. എനിക്ക് അങ്ങനെ വേറെ ഒരു വണ്ടിയിൽ നിന്ന് കംഫോർട്ട് തോന്നിയിട്ടില്ല ഈ സെഗ്മെന്റിൽ കേട്ടോ. ഈ പ്രൈസ് റേഞ്ചിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരുപാട് സൂപ്പർ ബൈക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒരുപാട് കംഫോർട്ട് തരും. പക്ഷെ ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി അല്ലാതെ വേറെ ഒരു വണ്ടി നമുക്ക് ഇത്ര കംഫോർട്ട് എടുത്തില്ല. പിന്നെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ 2026 ഈ ബൈക്ക് എടുക്കുന്നത് വെറുത്താണോ? തീർച്ചയായിട്ടും വെറുത്താ. ഈ ബൈക്കിനെ ഇഷ്ടപ്പെടുന്നവരാരും ഇതിന് പോരായ്മകളുണ്ടോ ഒന്നും നോക്കാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുത്താണ്. പൊന്നുകൂടെ കൊണ്ടു കിടക്കാണോ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെറുത്താണ്. ഏത് വണ്ടിയുടെ കൂടെ പിടിച്ചേക്കും. ടോപ്പ് എൻഡ് അടിക്കാനൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി തരുന്ന ഒരു പവറും ആ കംഫോർട്ടും നമുക്ക് തരുന്ന റോഡ് പ്രസൻസും ഒക്കെ മതി. നമ്മൾ അതിനാണല്ലോ ബൈക്ക് എടുക്കുന്നത്. നമ്മൾ റേസിങ് ചെയ്ത് ഇവിടുന്ന് തിരുവനന്തപുരം വരെ റേസ് ചെയ്ത് കപ്പടിക്കാനല്ലല്ലോ നമ്മളൊരു ബൈക്ക് എടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ രീതിയിൽ, നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ പാഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബൈക്ക് എടുക്കുന്നത് ഒക്കെ. അപ്പം നമ്മളൊരിക്കലും ഒരു റേസിംഗ് ബൈക്കിന് ഒരു റേസ് ചെയ്ത് ആദ്യം ജയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ അങ്ങനെയുള്ളവർ നല്ല നല്ല കൂടിയ CC-കൾ എടുക്കുക. അപ്പൊ ഈ CC-ൽ ഞാൻ ഇപ്പൊ 200 CC-യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും ഒരാളെ ജയിക്കാനോ അല്ലെങ്കിൽ ഒരാൾ മത്സരിക്കാനോ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ 2026 ഈ ബൈക്ക് എടുക്കുന്നത് വെർത്ത് തന്നെയാണെന്ന് ഞാൻ പറയും. നോക്കി കണ്ടു എടുക്കുക. നല്ല ബൈക്കുകൾ കിട്ടുവാണെങ്കിൽ എടുക്കുക. ഇപ്പോഴും ഞാൻ കണ്ടായിരുന്നു 23,000-24,000 കിലോമീറ്റർ ഈ സെയിം ഇലക്ട്രോണിക് ഓറഞ്ച് ബൈക്ക് നീറ്റ് കണ്ടീഷൻ ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. നല്ല അടിപൊളി ഒരു ബൈക്കാണ്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. ഇഷ്ടമുള്ളവർ പോയി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ബൈക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുപോലെ
ഈ KTM RC 200നെ വെല്ലാൻ ഏത് ബൈക്ക് ഉണ്ട് എന്ന് എല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഗൈസ്, നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ നമ്മളുടെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.